അത് നിങ്ങളായിരുന്നല്ലേ? വിക്രം സാർ എന്നോട് ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട് നിങ്ങളെ കുറിച്ച്. അടുത്ത സുഹൃത്താണെന്ന് പറയാറുണ്ട്. അത് നിങ്ങളാണെന്ന് ഇപ്പോഴാണ് മനസ്സിലായത്. ആ കയറിയിരിക്കുമോ? സാറിപ്പോൾ ഇവിടെ ഇല്ല, ഒരു അത്യാവശ്യ കാര്യത്തിനായിട്ട് പുറത്ത് പോയിരിക്കുക. സാറ് ചിലപ്പോൾ ഇപ്പോൾ വരും, അല്ലെങ്കിൽ നേരം വായിക്കും. എന്തായാലും കയറിയിരിക്കേ. നീ എന്താണ് ഇങ്ങനെ വേർതിരിക്കുന്നത്? മുഖം കണ്ടിട്ട് നല്ല ഭയപ്പെട്ടതുപോലെ ഉണ്ടല്ലോ. ഇനി അവൻ്റെ വല്ല പരിപാടികളും നീ കണ്ടോ? നിങ്ങളിപ്പോൾ എന്താ പറഞ്ഞേ? എന്ത് പരിപാടിയുടെ കാര്യം? അങ്ങേക്ക് എന്ത് പരിപാടി ഉണ്ടെന്നാ പറയണേ? ഒന്ന് പറയൂ പ്ലീസ്. അപ്പോൾ ഒന്നും അറിഞ്ഞിട്ടില്ലല്ലേ? അപ്പം ഇനി നീ ഒന്നും അറിയണ്ട. അറിഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ല. എന്തായാലും ഞാൻ പോകും. അവൻ എപ്പോഴാണ് വരുന്നെങ്കിൽ എന്നെ വിളിക്ക്. ഞാൻ എൻ്റെ നമ്പർ നിനക്ക് വേണമെങ്കിൽ തരാം. അപ്പോൾ അവൻ വരുമ്പോൾ എന്നെ ഒന്ന് വിളിക്ക്, ഞാൻ ഇങ്ങോട്ട് വരാം. ഡോ, അങ്ങനെ താൻ ഇവിടെ നിന്ന് പോവില്ല. താനിത് പറയാതെ പോവില്ലെന്നേ. അങ്ങനെ പോയാ നാളെ ഞാൻ ഉണ്ടായെന്ന് വരില്ല സാറ്. ഒന്ന് പറ അങ്ങനെ കുറിച്ച്. ഞാനെങ്കിലും രക്ഷപ്പെട്ടത്, നിങ്ങളെങ്കിലും രക്ഷപ്പെട്ടില്ല. ഇനി എന്തെങ്കിലും ഒന്ന് രക്ഷിക്കും പ്ലീസ്. അപ്പോൾ അത്രമേക്ക് എത്തി. ഇനിയിപ്പോൾ മറച്ചു വെച്ചിട്ട് കാര്യമില്ലല്ലോ, പറഞ്ഞേക്കാം. നിന്റെ കൂടെ നിൽക്കുന്ന ഈ പാവത്തെ പോലെ നിൽക്കുന്ന ഡോക്ടർ വിക്രം സാർ ഉണ്ടല്ലോ, അവന് വേറൊരു പേരുണ്ട്. ഇവനെ വിക്രം എന്ന് വിളിച്ചാൽ ഇപ്പോൾ ഉള്ള നാട്ടുകാർ. പക്ഷേ ആദ്യത്തെ ആളുകൾ ഇവനെ അറിഞ്ഞിരുന്നത് വിക്രമായിട്ടല്ല, VK, ഡോക്ടർ VK ആ പേരിലായിരുന്നു. അപ്പോൾ അവൻ കാട്ടിക്കൂട്ടിയിരുന്ന കാര്യങ്ങളൊക്കെ കേട്ടാ നീ ഇപ്പോൾ ഇങ്ങനെ നിൽക്കുന്ന നിന്റെ കാല് വിറയ്ക്കും. എന്ന് വെച്ചാ അത്രയ്ക്കും ഭയങ്കരനായിരുന്നോടോ അയാള്? എടോ എന്താടോ, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അയാൾ ആരാ, എന്താണ്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല.